അയ്യോ എന്റെ കണ്ണു പോയി. ചിലതൊക്കെ തറയിൽ വീഴാതെ ഒരു വട്ടം ആന എടുക്കാൻ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ 6-ാം തീയതി ലൈവ് വരാം. ജോക്കി ഞാൻ ഇത് കേറിയിട്ട് ജോക്കി ലൈവ് വന്നില്ല. ജോക്കി ശുക്ലമണിയാ ഇവിടുന്ന് എങ്ങനെ പോവും ഞാന്? അയ്യോ എനിക്ക് സത്യമായിട്ട് പേടി വരുന്നത്. താഴോട്ട് നോക്കുമ്പോ ഇതെന്റെ 3ാമത്തെ ട്രൈ ആണേ. ഇതുവരെ തീർത്തിട്ടില്ലേ? ഇല്ല ഇതിന് ഗ്ലിച്ച് ഉണ്ടായിരുന്നല്ലോ. അല്ലല്ല തീർത്തിട്ടില്ലേന്നോ? എന്തൊരു ചോദ്യമാ. എത്ര വട്ടം ഇത് 60 FPS ഇതാ ലിമിറ്റഡ് അല്ലേ ഇതിന്റെ? ഇത് അല്ല എവിടെ അത് ഫുൾ സ്ക്രീൻ ഒക്കെ ഇത് വിൻഡോ ഫുൾ സ്ക്രീനാ. ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ എനിക്ക് അതിനേക്കാൾ കൂടുതൽ FPS കിട്ടുന്നത്. 120 ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് റിലാക്സ് ആവുന്ന സമയത്ത് ഞാൻ ഫേസ് ക്യാം ഇടാൻ കേസ്. ഇതിന്റെ റെസൊല്യൂഷൻ എത്രയാ കിടക്കുന്നത്? ഇതിപ്പം 2K ആയിരിക്കും. അയ്യോ എന്റെ കണ്ണ്. അയ്യോ എന്റെ കണ്ണ് പോയി. ഗ്ലിച്ച് ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ അകത്ത്. കറങ്ങി തെറിച്ചു പോയാ. ഇതില് റെസൊല്യൂഷൻ എവിടെ കിടക്കണം? സ്ക്രീൻ റെസൊല്യൂഷൻ ഇത് പറ്റിയാ മതി. സ്ക്രീൻ റെസൊല്യൂഷൻ ഒന്നും അല്ലായിരുന്നു ബ്രാവോ കിടന്നേ കണ്ടോ? 2K എന്തോ തോന്നല്ലേ? അല്ലല്ല 2K അല്ല, അത് വേറെന്തോ വൃത്തിയായിട്ട് റെസൊല്യൂഷനിലാണ് കിടന്നേ. ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നല്ലോ സ്ക്രീൻ. ഇത് എവിടെയായിരുന്നു? നേരെ നേരെ പേഷ്യൻസ് ഇല്ലാത്തവർക്ക് പറ്റിയതല്ല ഈ കളി. പേഷ്യൻസ് വേണം ഈ കളി കളിക്കാൻ. ലിഫ്റ്റ് ഉണ്ടാവും. ബ്രാവോക്ക് അറിയോ, എന്റെ ആസ് എ സ്ട്രീമർ എന്റെ സക്സസ് പോലും പേഷ്യൻസാ. അത് വളരെയധികം സത്യമായ ഒരു കാര്യമാണ്. സത്യം. എത്ര വർഷം നമ്മളെ വ്യൂവേഴ്സ് അതാ പേഷ്യൻസിന്റെ ഇതായിരുന്നു നമ്മളുടെ തമ്മിലുള്ള സത്യം. നമുക്ക് പക്ഷെ ആ പേഷ്യൻസ് അല്ലായിരുന്നു, നമുക്ക് രണ്ടുപേരും മെന്റൽ പേഷ്യൻസ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും ആ സമയത്ത് മനസ്സിലായോ? അതല്ലായിരുന്നു നമുക്ക്, നമ്മൾ മെന്റൽ പേഷ്യൻസ് ആയിരുന്നു നമ്മൾ ആ സമയത്ത്. അതൊരു പേഷ്യൻസ് ആണല്ലോ. അതെ 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 അതെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സമയദോഷമാണ്. അങ്ങോട്ട് അവിടല്ലേ അവിടെ അത് കണ്ടോ നേരെ അതിലോട്ട് ചാടി കയറണം. അവിടെ ഒന്നും ചാടി ഒരിക്കലും കയറാൻ പറ്റൂല. ജമ്പ് ചെയ്യാൻ നോക്കിക്കളെ, അപ്പഴേ നമ്മൾ അറിയത്തുള്ളൂ. എല്ലാരും ട്രൈ അല്ലേ? കണ്ടോ ഇവിടുന്ന് എങ്ങനെ പോവും ഞാന്? ഇങ്ങനെ റൈറ്റിലോട്ട് ചാട്. റൈറ്റിലോട്ട് റൈറ്റിലൊരു വഴിയുണ്ട്. റൈറ്റിലെ റൈറ്റിലെ പൈപ്പിലോട്ട് നേരെ നിക്കണേ. നേരെ ഇല്ലെങ്കിൽ കമ്പി തട്ടി തറയുമ്പോ. അയ്യോ ജസ്റ്റ് ഇനി പുറകില്ലേ? പുറകില് ഇത് വഴിയല്ല, തിരിച്ച് പുറകില്ല, അടുത്ത വഴി. അങ്ങോട്ടില്ല. താഴ്ന്നിട്ട് പോണാ റീസ്റ്റാർട്ടില്ല. നിങ്ങൾ ലൈവ് കണ്ടാണ് ഇത് പറയണേ? എടാ മൊണ്ണെ, നിനക്കിത് കളിക്കാൻ കഴിവില്ലെന്നോ നിനക്കറിയാം, മുകളിലെത്തത്തില്ലെന്ന് നിനക്കറിയാം. പല തെളിയിച്ച കാര്യമാ. നീ ആ തേങ്ങയായിട്ട് വല്ല ബീച്ചിന്റെ നീ വല്ല തേങ്ങയായിട്ട് വല്ല ബീച്ചിന്റെ കരക്കെങ്ങാനും പോയിരിക്കുക, അതാ നല്ലത്. ഇത് 10 ദിവസം അടി കൂടിരുന്ന് കളിച്ചിട്ട് പോലും പകുതി പോലും എത്തിയില്ല. അതെന്റെ ഈഗോ ഹേർട്ട് ചെയ്ത് ജോക്കി, സത്യം പറയാം. എന്റെ ഈഗോ ഹേർട്ടായി.
നിക്ക് 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 ബ്രാവോ നീ ഭയങ്കര മോട്ടിവേഷൻ അല്ലടാ ബ്രാവോ നീ. എടാ ഇത് നിനക്ക് അറിയാത്തോണ്ടാ ഇതിന് പിന്നിലെ കഥ. നീ പണ്ട് KVL മറ്റേ അടിയേക്കുന്ന സമയമായിരുന്നു നിനക്ക്, മനസ്സിലായോ? നീ എൻജോയ് ചെയ്തിട്ടില്ലടാ ഇവൻ താഴെ വീഴുന്ന കണ്ടിട്ട്. നീ ചിലപ്പോ ഓർമ്മയില്ല, ഓർമ്മയില്ലാന്നാ ഉറപ്പാണ്. ഇത് നമ്മള് വഴി തെറ്റിപ്പോയാണ്. അറിയാമോ പണ്ടിങ്ങനെ പ്രാഗിത്തറയിട്ടിട്ടുണ്ടല്ലോ. പോസ്റ്റോ അമ്മ ഞാൻ എന്റെ മുച്ചിരി നിനക്കൊന്നും ഉറക്കമില്ലടാ. മണിയായിട്ടാ. സ്കൂളൊന്നും ഇല്ലല്ലോ. അത് വേറെ ഏതോ യൂണിവേഴ്സ്. നമ്മളെ ഇത് ഇങ്ങനെ പേടിച്ച് പേടിച്ച് കളിക്കുമ്പോഴേ ഇത് ഭയങ്കര സിമ്പിൾ ആക്കി കളിച്ച ഇത് ഈസിയാ. എടാ ഇതൊന്ന് താഴെ വീഴാതെ ഒരു തവണ മറ്റേ ആനയുടെ അവിടെ വരെ എത്തൂ. പിന്നെ ഈ അതൊക്കെ ഈസിയാ ജോക്കി. ഇവിടം വരെ എത്തിയോ? തറയിൽ വീഴാതെ ഒരു വട്ടം ആന എടുക്കാൻ എത്തിക്കഴിഞ്ഞാ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ 6-ാം തീയതി ലൈവ് വരാം. ഉറപ്പ്. ജോക്കിയുടെ ലൈവ് കാണാൻ റെഡി ആയിരുന്നോ? ഈ ഒറ്റ ട്രൈയില് അല്ല രണ്ട് ട്രൈ ജോക്കി. ഞാൻ ഇത് കേറിയിട്ട് ജോക്കി ലൈവ് വന്നില്ല. ജോക്കി ശുക്ലമണിയാ. എടാ ഞാൻ ലൈവ് വരുന്നാ പറഞ്ഞു, അല്ലാണ്ട് പേരൊന്നും ഞാൻ പറഞ്ഞത്. നീ ചാടാദ്യം താഴെ വീഴണേ. അല്ല ഇതുവഴിയല്ല, ഇതുവഴി പോവാ. എല്ലാരും ജോക്കിയുടെ ലൈവ് കാണാൻ റെഡിയായി സന്തോഷത്തോടെ ഇരുന്നു. ബാക്കി 2028 ആയാലും ഇനി വരേണ്ട ആവശ്യമില്ല. തളർത്താൻ പല കുണ്ടകളും പലതും പറയും. കുറെ മനസ്സ് കോൺസെൻട്രേഷൻ പിന്നെ ഭയങ്കര കോൺസെൻട്രേഷൻ കേട്ടോ. മനസ്സിലായി എനിക്ക് പ്രശ്നം മനസ്സിലായി. ഈ DUI തുടരണ്ട, നമ്മൾ ഈ മാത്രം ഞെക്കി ബൗസ് തിരിച്ചാൽ ആനയുടെ അവിടെ ചുമ്മാ എത്താൻ ബ്രാവോ. സിമ്പിള്. ആന അടുത്താണോടാ? എനിക്കറിയത്തില്ല, പണ്ട് ഇവൻ ആനയുടെ അവിടെ എത്തിയിട്ടുള്ളൂ. അതാ ഞാൻ ആ ഒരു പറയുന്നത്. തന്തയില്ലാത്ത തെറ്റിപ്പോയോ ചെറുതായിട്ട്? അല്ല അങ്ങനെ ഇറക്കും. സഹായം ഒന്നും വേണ്ട, നീ എന്തിനു സഹായിക്കാൻ പോകുന്നത്? അതാ താഴേക്ക് താഴേക്ക് പോവാ. മയില് കാല് പൊത്ത് കേറുന്നോ? കാല് പൊത്ത് കേറുന്നെന്ന് പറഞ്ഞെന്താ? പറഞ്ഞു കഴിഞ്ഞാ വർക്ക് എന്തായിട്ടുണ്ടാവും. തിരിഞ്ഞടല്ലേ കാണുന്നല്ലേ അടുത്ത്? കേരളത്തിൽ കാണുന്നല്ലേ ഇപ്പൊ? ആണോ? അയ്യോ എനിക്ക് സത്യം പേര് വരുന്നത്. താഴോട്ട് നോക്കുമോ? ഹലോ ഹലോ ഇത് എങ്ങോട്ട് ചാടണം? ഇതൊരു ഫ്രണ്ടിലത്തെ കമ്പി. ജസ്റ്റ് മിസ്. അയ്യോ നേരെ നേരെ കമ്പി നേരെ നേരെ അവൾ നേരെ നേരെ നേരെയുള്ള കമ്പി.
നേരെ ചാടിക്കും. അപ്പൊ മിസ്സായാലും നമ്മൾ മറ്റേ കളി എന്താടാ ഇത് ഇങ്ങനെ ഇത് എവിടെ എത്തിയാൻ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. സേഫാ സേഫാ. ഇത് എവിടെന്നാ പ്രാവ കേറണ്ടേ? ഇത് റൈറ്റിലെ കമ്പ്യൂട്ടർ അതുവഴി നടന്നൊന്നുകൂടെ ബ്രാവ്, നിനക്ക് അറിയാവോ എന്റെ വഴി? ചെറുതടാ, എനിക്ക് പിന്നെ വഴിയാനത്തില്ലേ. എത്ര വട്ടം കംപ്ലീറ്റ് ചെയ്ത ഗെയിമാ ഞാൻ. 3 വട്ടത്തെ തീർത്തിയായിരുന്നത്. പ്രാവോ ടീമിലെ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചാർന്നേ. കംപ്ലീറ്റ് ആയ സ്ക്രീൻഷോട്ട് ഒക്കെ കാണിക്കൂ. പിന്നെ അച്ചീവ്മെന്റ് പിന്നെ അച്ചീവ്മെന്റ് ഉണ്ട്. എത്ര മണിക്കൂർ കളിച്ചെന്ന് അറിയണമല്ലോ. നോക്കാം. കേറിക്കോ. നേരെ ചാടിക്കോ. അപ്പുറത്ത് ഇങ്ങനെ നടന്നു നോക്കോ. ബ്രാവോ, എനിക്കൊരു സംശയമുണ്ട് കേട്ടാ. നീ ഊമ്പിക്കുവാണോ കൂടെ വയ്ക്കുവാണോ എന്നുള്ളത് അത് എനിക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റില്ല. മനസ്സിലായ? ഞാനിത് ഓർമ്മിപ്പിക്കോ? അത്ര ഉള്ള എന്റെ കാര്യത്തിലുള്ള വിശ്വാസം നിങ്ങളെ സിമ്പിളാ. അവിടെ പോയിട്ട് പൈപ്പെങ്കിലും വലിഞ്ഞു കയറുവോ? ജസ്റ്റ് മേലോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് മേലോട്ട് നോക്ക്. ഇത് നേരെയാണോ പോണ്ടേ? നേരെ വേണമെങ്കിൽ പോവാ. ഇതില് ഇത് മേലോട്ട് നോക്കിയാ, മേലോട്ട് മുകളിലോട്ട് നോക്ക്, മുകളിലോട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുന്ന് ഈസി ആയിട്ട് വേണേ അതേ ചാടി പിടിക്കാം. പറ്റും, പക്ഷെ താഴെ പോയത് ഇല്ല. നടന്നോ, വട്ടത്തി നടന്നു, വട്ടത്തി. എന്റെ എത്ര വർഷത്തെ പ്രയത്നം ബ്രാവോ ഇതൊന്ന് തീർക്കാന്നുള്ളത്. നമ്മളൊന്ന് തീർക്കുമെങ്കിലേത് എന്നെ കേറ്. നീ 24 hours ആണോടാ? എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ആറാം ലൈവ് വരണമെന്ന് അറിയാൻ വേണ്ടിട്ട് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. ഇവിടെ മേലോട്ട് നോക്കിയില്ലേ, വഴി അറിയണ്ടേ? ഫോട്ടോ തരണ്ടേ, തിരിഞ്ഞു നോക്കേ. അങ്ങനെയുണ്ടെങ്കില് അങ്ങനെ എന്താടാ ലൈവ് സ്റ്റക്ക്? ചെക്ക് പോയിന്റ് നേരെ ചെക്ക് പോയിന്റാ. ഇല്ല ചെക്ക് പോയിന്റ് അല്ലേ? ഇതല്ല, അതാ ചെക്ക് പോയിന്റ്. ഇതാ നേരെ നടന്ന കറങ്ങി മേലോട്ട് പോകുന്നുണ്ടോ? മേലോട്ട് നോക്ക്, റൈറ്റില്. ഇതല്ല, ഇതുവഴി കേറി പോണം. പതുക്കെ ഓൾമോസ്റ്റ് നമ്മളെത്തി. ഈ വളവെന്ന് പറയുന്നത് ഇച്ചിരി കട്ടിയാണ്. നമ്മളെ പറ്റിക്കാൻ നോക്കും പലപ്പോഴും. ചിലപ്പോ നമ്മളെ തെന്നിപ്പോവും. അപ്പൊ തിരിഞ്ഞങ്ങ് കമ്പിയിലോട്ട് പിടിച്ചാൽ മതി. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ശ്രദ്ധയും കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട സ്ഥലമാണ് ഇതിലേത്. മനസ്സിലായി. ഓരോ വളവും അത് മിണ്ടായിരുന്നാലേ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാ, കോൺസെൻട്രേറ്റ്. എടാ ഉറങ്ങിക്കോടാ ബ്രോ, ഉറങ്ങിക്കോ. രാവിലെ ഒന്നും നോക്കാന്നല്ല തീർന്നത്. രാവിലെ ഒന്ന് നോക്കാം. ഇപ്പൊ അപ്പഴും പൈപ്പിനകത്തായിരിക്കും. ഈ പുച്ചൊക്കെ ജോക്കിയുടെ ചിരിയൊക്കെ ഇപ്പൊ നിക്കുവേ. ഇപ്പൊ ആനയൊക്കെ എത്തിച്ചേർത്താ ആനയുടെ അവിടെ ലൈവ് വരണ്ടേ കേട്ടാ. ആനയുടെ അവിടെ ആരാ ഇവൻ ഒറ്റ തവണ എത്തിയാ മാത്രം എനിക്ക് മേടിച്ചാൽ മതി. ജോക്കിയുടെ ചിരിയൊക്കെ ഇപ്പൊ നിക്കുവേ. അവൻ കമ്പി മൊത്തം വഴുതി തീർന്നോ? തീരാറായി. ഇപ്പൊ എന്താ ആനയാ, അടുത്ത ആനയാ കേട്ടോ. തീർന്നു, നിങ്ങളെ തീർന്നു. ആന മാറ്റിയിട്ട് വേറെ വല്ലതും പറഞ്ഞാൽ മതി. അവിടുന്ന് വേണ്ട, സാഹസം വേണ്ട ഈകളെ. ഇതൊക്കെ ഏതാ ആന? എത്ര വട്ടം കൊടുത്തു, ആന കൊടുത്തു. കേറി തഴമ്പിച്ച് ആനന്ദി ലൈവ് ഇടാൻ റെഡി ആയിക്കോ. ഇവിടുന്ന് പോണങ്ങ് സീനില്ലല്ലോ. ട്രെയിൻ എത്ര വരുന്നുണ്ട്? ഇവിടല്ലേ കൊമ്പാച്ചൻ? അയ്യോ,
അയ്യോ അവിടെ അല്ല കൊമ്പാച്ചൻ. ആ ട്രാക്കിന്റെ ഇതിൽ കൂടെ ഓടണ്ടേ? അങ്ങനൊന്നും അല്ലേ? ഒരു ട്രെയിൻ വരുവായിരുന്നല്ലോ പറഞ്ഞ പോലെ. അത് അടിയിലല്ലേ? ഞാനും അതാലോചിക്കുന്ന ട്രെയിൻ എവിടെയെന്ന്. അല്ല ഇവിടെ ഉണ്ട്. ആ കമ്പി കൂടെ നടക്കണമെന്ന് തോന്നുന്നു. ആ അതേ കൂടെ നടക്കണം. ഒരു സൈഡ് പോലും ഇല്ല എനിക്ക്. കൊണ്ടിട്ടിട്ട് വ്യൂ മാറ്റാൻ പറ്റും. നീ ഒന്നും ചെയ്തു തരില്ല ദേവി. നീ ഇന്നലെ ഒരു കുണ്ണ ഇട്ടു എനിക്ക് കണ്ണു പോലും കാണാൻ പറ്റില്ല. ഒരു ബട്ടൺ നോക്കി കറക്റ്റ് ബാക്കിന്നാവും വ്യൂ ഇതിനകത്ത്. ആരാടാ അത്? ഏത് ബട്ടൺ? ഏതോ ഒരു ബട്ടൺ നിൽക്കുമ്പോ കറക്റ്റ് ബാക്കിന്നാവും വ്യൂ. ഇപ്പൊ ഒരു സൈഡിലോട്ടല്ലേ? വിയായിരിക്കും ഏകദേശം എല്ലാത്തിലും അങ്ങനെ തന്നെയല്ലേ പബ്ജിയിലും. ഈ ട്രെയിനിനകത്തുനിന്ന് വീണ് മരിച്ചിട്ടുണ്ട് ഞാൻ ഒരു ദിവസം. എന്റെ ലൈവ് കണ്ടവർക്കറിയാം, ചോദിച്ചു നോക്ക് അവരോട്. ഈ ട്രെയിനിൽ മരിച്ചിട്ടുണ്ട്, വെറുതെ പോകും ട്രെയിനിൽ നിന്ന്. ട്രെയിൻ ഓടി ആരെടുക്കലട്ടാ? അവിടെ പാലമില്ല, അത് ഊപ്പിക്കാനാണ് അതിന്റെ. പെട്ടെന്ന് ജോക്കി 6-ാം തീയതി ലൈവ് വരെ ഉള്ളതാ. ജോക്കി ലൈവാണ്. റെഡി ആയിരുന്നോ? എല്ലാരും റെഡി ആയിരുന്നോ? റെഡി ആയിരുന്നോ എല്ലാരും? നമ്മളെ കാലം കുറെ ആയ ഇത് കളിക്കാൻ തുടങ്ങിയിട്ട്. എത്തുന്നില്ലല്ലേ? എന്താ എത്താത്തേ? മുച്ചിരി മൈനേ അടിക്കേ മുച്ചറി നിന്നെ ഞാൻ. ഒറ്റ ട്രെയിൻ എത്തിച്ചേർത്തേട്ടാ, ഒറ്റ ട്രെയിൻ. കണ്ട ചോക്കി കൊമ്പന്റെ കൊമ്പയിലിരുന്ന് ആടറ ഞാൻ. ഒറ്റ ആനയുടെ കൊമ്പൊക്കെ വലുതായി കേട്ടാ. പിന്നെ ഇത് മാറ്റണ്ട. ഇനിയിപ്പോ ഇത് മാറ്റണ്ട. 6-ാം തീയതി ലൈവേ പറഞ്ഞതുപോലെ. അന്ന് 6-ാം തീയതി ഞാൻ ലൈവ് ഇല്ല ജോക്കി. അപ്പൊ എന്തായാലും ലൈവ് വരണം. അടിക്കുക തന്നെ ഞാൻ. എനിക്ക് ഉള്ളതാ കേട്ടാ. മുച്ചരി നീ എന്റെ ഒരു കളി കണ്ടിട്ടുണ്ടോ? ഇന്ന് കാണിച്ചു തരാം. സബ്വേ സർഫസ് എന്തോന്ന് കാണിച്ചു തരാം. എടാ നമ്മൾ ഈ ഗെയിം ടെൻസ്ഡ് ആയിട്ട് കളിക്കുമ്പോഴാണ് നമ്മൾ വീണ് പോണത്. നമ്മൾ ഭയങ്കര കൂളായിട്ടാ വീണാലും ഒരു കോപ്പും ഇല്ല എന്ന് പറഞ്ഞൊന്ന് കളിച്ചു നോക്കിയേ. എല്ലാം പെട്ടെന്ന് ടെൻഷൻ ആയിട്ട് കളിക്കുമ്പോഴാണ് പെട്ടെന്ന് പോകുന്നത്. മനസ്സിലായോ? സത്യം. അതെ, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. ഫ്രീ ആയിട്ട് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ പയ്യെ കാര്യങ്ങളും നടക്കും. സത്യം. അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും ഇവിടെ എനിക്ക് പറ്റൂല. ഇതൊക്കെ കണ്ടോ? പണ്ടൊക്കെ എന്ത് ടെൻഷൻ ആയിട്ടാ കളിച്ചോണ്ടിരുന്നെന്ന് അറിയാവോ? ഇപ്പൊ എന്ത് കൂളാ നോക്കിയേ. അതിനെക്കാളും വലിയ ടെൻഷൻ ഉണ്ടല്ലോ. ഓ അല്ല, അത്രയും കൂളല്ല ഞാൻ. സൗണ്ട് എല്ലാം ഒന്ന് തന്നെ. ലോലൻ ആരാടാ നമ്മുടെ അതിനകത്ത്? ലോലൻ ആരാന്നോ? ലോലൻ എന്ന് പറയുന്ന ലോലൻ അവൻ താഴെയാണോ ഉണ്ടാവും, അല്ലെ ആർപ്പിക്കാത്തായിരിക്കും. ഇറങ്ങോടാ. അങ്ങനൊന്നും പറഞ്ഞു കളയല്ലേ അവൻ. ബെഡിലെ നേരെ ചാടിയാ ബെഡിലോട്ട് ചാടാ. അടുത്ത പെട്ടി ചാട്. ഇനി കിടന്നിട്ട് ചാടാ, ഇരുന്നിട്ട് ചാടാ. ഒന്നും കൂടെ
ആവുമ്പി ട്രെയിനിലെങ്കിലും കൊടുത്തീങ്ങളെ, ട്രെയിനിലെങ്കിലും കൊടുത്തീങ്ങളെ. ഇതിപ്പോ എന്തുവാ ആരെയുടെ അണ്ടി പിടിച്ചിപ്പോ. നമുക്ക് ഏതിൽ കൺട്രോൾ ഉണ്ടായിരുന്നു? ഇനി വണ്ടി ഇല്ലാതെ നീ എന്ത് വേണം നടന്നു കയറുവോ? ജോക്കി ഇതൊരു തന്തയില്ലാത്ത കളിയാ ജോക്കി, ഇതൊരു പണ്ടേ നമുക്ക് മനസ്സിലായ കാര്യമല്ലേ. അതും പോയി. കുഴപ്പമില്ല, താഴെ നമുക്ക് ട്രെയിൻ എടുത്തിട്ട് വരാം. സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ താഴേന്ന് വല്ല കമ്പി കയറി പിടി. അതും പോയി. കമ്പിപ്പിടി. കമ്പി പിടിക്കുന്ന പറഞ്ഞാ ഇത് അത്രക്ക് സിന്ധു തുറന്ന് പിടിക്കണ പോലെ അല്ല ജോക്കി. ഇത് എങ്ങനെയത്? എടാ ആ കമ്പി എടാ അതല്ലടാ, ഞാൻ താഴോട്ട് ചാടറ. എടാ നീ എന്തുകൂടെ ഒരു ബോളന്മാര് കളിക്കുന്ന കണക്ക് താഴോട്ട് ട്രെയിൻ താഴോട്ട് ചാടറാ. എടാ നീ താഴോട്ട് ചാട്, ഞാൻ പറയുന്നത് താഴോട്ട് ചാട്. താഴെ അല്ല ട്രെയിൻ, മേളിലെ ട്രെയിൻ. എടാ ഇത്രയും ഓടി കയറാൻ നിനക്ക് ഭ്രാന്താണോ? നീ ആ പാളമില്ല അവിടെ, നീ അവിടെ എങ്ങനെ ചാടും? ജോക്കി ഞാനേ അത് ഈസി ജമ്പല്ലേ അത്. നോക്കിക്കോ ഇത് നോക്കിയോ, കണ്ണും പൂട്ടി ചാടാ അതൊക്കെ. ശരിയാണ്. ജോക്കി എവിടെ എനിക്ക് പ്രശ്നം പറ്റിയെന്നറിയാവോ? അതല്ല എന്റെ മെക്കാനിസം. എനിക്ക് എവിടെ പാളിപ്പോയെന്നറിയോ ജോക്കിക്ക്? കോക്കനട്ട് സിമുലേറ്റർ ക്ലോസ് ചെയ്തെടുത്ത്. അതെന്തോ കളി? എല്ലാരും പറഞ്ഞു കളിക്കണം, നല്ല കളിയാ. നല്ല ഗെയിമാണ് ജോക്കി, എന്തായാലും മേടിക്കണം. 50 രൂപയ്ക്കൊക്കെ അങ്ങനെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യണം. എൻ്റെ ഒരു ഡ്രീം അതാണ്, അങ്ങനത്തെ ഒരു ഗെയിം ഉണ്ടാക്കണം. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? മുച്ചിറി ഒരു കിടിലം പയ്യനാന്ന് പറഞ്ഞ സ്പാം ഉണ്ടായിരുന്നു കുറച്ചു നേരം എന്റെ ലൈവില്. അതിനിപ്പോ പാൽക്കുപ്പി ഉണ്ടായിരുന്നില്ലേ? അതെപ്പോഴും വരാറുണ്ട്. ഇല്ല അത് പുതിയ ഉണ്ടാക്കിട്ടേക്കാം. ആര്? ചെറുത്തട്ടന പോലെ. ഓ നീയല്ലടാ, നിന്നല്ലടാ ഈ പാലുമ്പി എന്ന് വിളിക്കുന്നേ. കള്ള ഇട്ടത് വില്ലുമോന ഇതാക്കിയ പാലുമ്പിന്നാ പാൽക്കുപ്പി. അപ്പൊ ഇന്നോട്ട് അത് പാൽക്കുപ്പി മാറി. പാൽക്കുപ്പി മാറി പാലുമ്പി. വല്ല കാര്യം ഞാൻ ഇടുന്ന പേരൊന്നും വെറുതെ അല്ല, നല്ല ഹിറ്റ് പേരാണ്. അത് ഈ സഭയില് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക്? ശരിയാ. എടാ നമ്മള് തിരിച്ച് കൊമ്പന്റെ അടുത്ത് എത്തിയേ. കൊമ്പ കാടിളക്കി വന്ന എന്റെ മതയാന. എടാ ഞാൻ ഇറങ്ങുവാടാ. എനിക്ക് തോന്നുന്നു കേരള ഗെയിം കമ്മ്യൂണിറ്റിയില് മൂന്നാം നാലാമതെന്തോ ഇപ്പൊ വീണ്ടും 4ാമത്തെ വട്ടം കളിച്ചു തീർക്കാൻ പോണ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്നെ വായിക്കൊണ്ട് പറഞ്ഞ് തെറിയെന്ന് വിളിപ്പിക്കില്ല കേട്ടോ. ഇവിടെ അമ്മൂമ്മയുടെ നോക്കുന്നു. ഒത്തിരി പേരാണ് പാവ ബൈഡോ നിങ്ങളെ പോടാ. ബൈ എല്ലാവർക്കും ബൈ. വളരെ ബൈ. 6-ാം തീയതി ആണ്. ബൈ. സോളോ ഗെയിം മൾട്ടിപ്ലെയർ ആണ്. ഇതാ ഇത് മൾട്ടിപ്ലെയർ ആയിരുന്നു. കളിക്കാൻ അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ചോണ്ടോ ഞാൻ കളിപ്പിച്ച് തീർക്കൂലായിരുന്നോ? പിന്നെ അതല്ലേ ഇതിന്റെ പ്രശ്നം. ചന്ദ്രനൊന്നും ഇത് തീർത്തിട്ടേ ഇല്ല. പിന്നെ അവനൊന്നും ഒരിക്കലും പറ്റില്ല, ബുദ്ധിയില്ലല്ലോ. ഈ ഗെയിം ബുദ്ധി വേണോ? പിന്നെ ഈ ഗെയിം കളിക്കാൻ ബുദ്ധി വേണോടാ? ഇത് ബുദ്ധിയില്ലാത്തവർക്ക് പറ്റത്തില്ല. സെക്ക നീ പ്രൈസ് അന്വേഷിക്കണ്ടേ? ഇത് ബുദ്ധിയില്ലാത്തവർക്ക് പറ്റൂല കളി. ഗെയിമിന്റെ പേരെന്ത്? ഈ ഗെയിമിന്റെ പേര് ഒള്ളിയപ്പ്. ഓൺലി അപ്പ് മേടിക്കണം. എത്ര രൂപയാ ലൈവ് ഇട്ട് തീർക്കും? ഒരു പെണ്ണുള്ള ഇമോജി അതാ. എന്ത് 48 റുപ്യ. 48 രൂപയ്ക്ക് ഒള്ളിയപ്പ് കിട്ടൂല. അതല്ല ഓൺലി അപ്പൻ. അപ്പനല്ല അപ്പൊന്ന്. ഇല്ല വരച്ചിട്ട് വരുന്നില്ല. സ്പീഡ് റൺ ആണ്. ഇങ്ങനെ ആയിരിക്കും പോണം ഫുള്ള് കേട്ടോ. ഇനി ഒരു ഇതില്ല, ഇനി ഫുള്ള് സ്പീഡ് റൺ. അല്ല ഞാൻ പറയാൻ ഈ ബെഡ് അല്ലാതെ വേറെ ഏതുവഴിയെങ്കിലും കേറാൻ പറ്റുമോ? പക്ഷെ ബെഡ് ആണ് എളുപ്പം. ബെഡ് എളുപ്പമാണ്. അണ്ണനൊക്കെ ഈസിയാണത്. അത്ര ഉള്ളോ? സെക്കൻഡ് ട്രൈയിൽ എത്തിയില്ലേ?
ലൈക്ക് ബട്ടർ. ബാക്കി മേലോട്ട് താഴോട്ട് ഒരിക്കലും അതില്ല. ഉള്ളി അപ്പല്ലേ ഇത്? അല്ലല്ല ഡൗൺ അല്ലല്ലോ. ഇതുവഴി പോണം. ഉണ്ടോ ഇതുവഴി ഇങ്ങനെ കയറിയിട്ട് കമ്പിയുടെ അറ്റത്തൊന്നും മേലെ കയറിയിട്ടാണ്. ലൈറ്റ് വ്യൂ. തങ്ങി നിൽക്കും. അതിന്റെ വ്യൂ ഒരു ശരിയല്ലാത്ത വ്യൂ അതല്ലേ ഇത്. കഴിഞ്ഞ ഇതുവരെ ഇവിടെ തന്നെ ഉണ്ടെങ്കിലേ മൂത്രം ഒഴിക്കണം. അയ്യോ കഴിഞ്ഞില്ലേ? കഴിഞ്ഞെന്നോ? എടാ ഇത് കണ്ടോ മേളിലോട്ട്? നീ എനിക്കിത് നിന്നെ കാണിച്ചു. ഇത് കണ്ടോ? ആ കാണുന്നത് വരെ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിലുണ്ട്. ഇത് കംപ്ലീറ്റ് ആക്കി വരുന്നുണ്ടോ? പിന്നെ ഞാനൊക്കെ കംപ്ലീറ്റ് ആക്കിയില്ലത്. എത്ര ദിവസം പിടിക്കും? ഇത് എന്റെ മൂന്നാമത്തെ വട്ടം തീർക്കാൻ പോണം. മൂന്നാമത്തെ വട്ടം. ഉച്ചയ്ക്ക് നമുക്ക് കളിക്കാടോ അത്. ഈ ഗെയിമിന്റെ പേര് കിട്ടുന്നില്ലടാ. നോക്കി ഉള്ളി അപ്പടാ. ഉള്ളി അപ്പ് അങ്ങനെ തന്നെ. ONLY UP ആ വരുന്നില്ല. പൊള്ളിയപ്പില്ലാത്ത സ്റ്റീമാണ് ഇവന്റെ. നീ എവിടെ നോക്കിയേ? സ്റ്റീമില് സെർച്ച്. അത് ലൈബ്രറിയിലാണോ പോയി നോക്കിയ പോലെ? തീർത്തിട്ടുണ്ടോ ഇത്? സ്പീഡ് തീർത്തോ ഇത്? ഈ ഗെയിം നിർത്തലാക്കി ആണോ? നിർത്തലാക്കിയോ? ആ അപ്പൊ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്. ഓ മൈ ഗാഡ്. അതല്ലേ അപ്പാപ്പന്റെ ഇല്ലേ? ഉണ്ട്. അപ്പന്റെ ഫാമിലി സെറ്റ് ചെയ്തത് ഈസി. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് ഇത്ര സിമ്പിൾ ഗെയിം ആയിരുന്നടാ. ഇതിന്റെ ഇത്ര സിമ്പിൾ. നമ്മൾ ഇതിനെയാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുത്തത്. സത്യം പറഞ്ഞ എത്ര ദിവസം ഇതിന്റെ പുറകെ കളഞ്ഞല്ലേ? സത്യം. ഒരു നേരത്തെ ഇത് കംപ്ലീറ്റ് ആക്കാൻ കഴിയോ? എന്താ മലയാളത്തിൽ പറയോ? ഒരു ഒരു ദിവസം കൊണ്ട്. ഫസ്റ്റ് ട്രൈ എന്നാണ് ഉദ്ദേശിച്ചത്. 18+ ആണ്, അതുകൊണ്ടാണോ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇതിനകത്തല്ല ഇത് കേറുന്നേ. ഫ്രണ്ടി ഇതിലെന്താ ഐറ്റം ബസ്? അല്ല ബസ്സിലല്ലെന്ന് തോന്നുന്നു. ബസ്സിലല്ലേ? അല്ലല്ല ഫ്രണ്ടില് വഴി ഉണ്ടാവും. ആ അല്ല അതാണ് ഡ്രം. സിമ്പിൾ ഗെയിമായി പോയി. സ്റ്റെപ്പ് ലെഫ്റ്റില് വെറുതെ കോംപ്ലിക്കേറ്റ് ആക്കിയതല്ലേ ഇംഗ്ലീഷ്. അടുത്തത് പറയുന്നത് ഉണ്ടാക്കി തെറിവിളിയായിരിക്കും കേട്ടോ. നേരെ കമ്പി. മറ്റേ ചാടി പോയിട്ട് വഴി അറിയത്തില്ലല്ലോ ഇനി. എന്ത് രസമാണ് കാണാൻ. ഏതെങ്കിലും ഒരു ട്രെയിലർ ട്രാക്കിലോട്ട് പിടിച്ചോ. എന്നെന്തായാലും താഴോട്ട് ചാടിക്കണം. വേണ്ട, ഇത് നടക്കൂല. ഇല്ല വിട്ടുകൊടുക്കത്തില്ല. അങ്ങനൊന്നും വിട്ടുകൊടുക്കത്തില്ല. ഈഗോ ഹേർട്ടായി. നിനക്ക് അത്ര ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിൽ ഒരു പുച്ഛം പോലെ നിനക്ക്. ഇല്ല അങ്ങനല്ല, ഒരു സെക്കൻഡ് പറഞ്ഞ. മുച്ചിരി, നീ ഗെയിം കളിച്ച് ലൈവ് ഇട്ട് 1 മണിക്കൂറിൽ ഈ ഗെയിം തീർത്ത, അല്ല വേണ്ട 2 മണിക്കൂർ സമയം തരാം. 2 മണിക്കൂറിൽ ഈ ഗെയിം തീർത്ത നിനക്ക് ഞാനൊരു ഗ്രാഫിക്സ് കാർഡ് മേടിച്ചു തരും. 50 സീരീസ്. നാളെ കേട്ടാണല്ല. പക്ഷെ ഗെയിം നേരത്തെ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഇല്ല, ഫസ്റ്റ് ടൈം
ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ ലൈവ് കാണിക്കാം. 2 മണിക്കൂർ എവിടെ വരെ എത്തിട്ട്? നീയൊക്കെ വേറെ അക്കൗണ്ടിൽ കളിക്കുമല്ലോ. ഇല്ല ഇല്ല ഏബേ അല്ല 2 മണിക്കൂർ എവിടെ വരെ ഇതില്ലല്ലോ. ഏഹ് 2 മണിക്കൂർ എവിടെ വരെ നിങ്ങളെ 2 മണിക്കൂർ കംപ്ലീറ്റ്. തീർക്കണോ? അത് തീരത്തില്ലല്ലോ. അതല്ലേ ചലഞ്ച്. അതല്ലേ challenge. ചെക്ക് പോയിന്റ് ഇല്ലാതെ. ആ ചെക്ക് പോയിന്റ് ഇല്ലല്ലോ അല്ലേ ഈ ഗെയിമിന്? എടാ സ്റ്റീമിൽ ഈ ഗെയിം ഇല്ല ഇപ്പം. ഇല്ല നിർത്തിന്നു. ആ അപ്പാപ്പന്റെ ഉണ്ട്. ഫാമിലി ഫ്രണ്ട്ലി ആക്കി തരുമല്ലോ. ഈ ഗെയിം ടൈം എത്ര ഉണ്ട്? നോക്കട്ടെ. പക്ഷെ ഞാൻ വേറെ ഗെയിം ടൈം ഈ ട്രയല് ഞാനിത് തീർക്കാൻ പോവാ. മേലീഗോ ഇത് ഈസിയാ കേസ്, ഇത് ഈസിയാ. ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന കാര്യമല്ല. ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ഫ്രണ്ടിൽ എന്തുവാന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഓടിയാൽ മതിയായിരുന്നു. മനസ്സിലായോ? ഞാൻ വെറുതെ ഓടിയതാ. ഇതെനിക്ക് ഈസി ആയിട്ട് തീർക്കാവുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കമോൺ. നിങ്ങൾ ഞാനൊന്ന് ശ്വാസം എടുത്തിട്ട് താഴോട്ട് വീണ ഒന്നും സംഭവിക്കാൻ പോകണില്ല. നമ്മുടെ കൈയും കാലും ഒന്നും ഒടിവില്ലല്ലോ. അതെ. പക്ഷെ ഒരു തോക്കൂലേ വേഗം കളി? തുടങ്ങേണ്ടി വരും. കളി നോക്കൂലേ? ആ എടാ വീണ്ടും കളിച്ചാ പോരെ? വീണ്ടും കളിച്ചാ പോരെടാ. നമുക്ക് അത് ശരിയാ. നമ്മളെ ഇത് ഇത്ര പേടിച്ച് പാനിക് ആവാൻ വേണ്ടിട്ടൊന്നും ഇല്ലല്ലോ. ആ കളിയാകുമ്പോ തോൽക്കും. ആ, പിന്നെ അത് ശരിയാ. പക്ഷെ എനിക്ക് പേടിയുണ്ട് കേട്ടോ ഇത്. ഇതിനൊരു ടെക്നിക് ഉണ്ട്, എന്താ പറയാ, ചാടി ചാടി പോയാ മതി. ഇതെന്താ ചാടുന്നു? ഇതല്ലാതെ തന്നെ പോയാ ഈ ഗെയിമിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയണേ? ഈ നമ്മള് സംസാരിക്കുമ്പോ മൈൻഡ് എന്തിനാ മേലെ കേറുന്നേ? താഴെ ഇറങ്ങാൻ. നീ പൊട്ടനാ നീ. ഇവരെന്താ കാണുന്നില്ലേ? നോക്കട്ടെ, സ്റ്റീമിനുണ്ടോ നോക്കട്ടെ. ഇങ്ങോട്ട് പോന്നെ. എടാ കട്ടിൽ എന്നെ ഊമ്പിച്ചതാടാ. ഇത് പൊട്ടും താഴോട്ട് എത്തിയല്ലോ. ഒരു എടാ ഉണ്ടടാ, ഉണ്ണിയപ്പുണ്ടല്ലോ, സ്റ്റീമിലുണ്ടല്ലോ. ആരാ പറയുന്നത് സ്റ്റീമിലില്ലെന്ന്? പൊട്ടെന്ന് സ്റ്റീമിലില്ല, അങ്ക് കാണിക്കുന്നില്ല. നോക്കുതാ, ഉണ്ടടാ, നോക്ക് സ്ക്രീൻ ഷെയർ. 110 രൂപ. അതെ, ഉള്ളിയപ്പ്. ഓൺലി അപ്പതാ. ഓ, ഇത് വേറെ സ്റ്റീമാ കേട്ടോ, ഇത് വേറെ ഉള്ളിയപ്പാന്ന്. അത് ആ ഇതായാലും കംപ്ലീറ്റ് ആക്കിയാ പോരെ? ഇത് കുറച്ച് ടഫാന്ന് തോന്നുന്നു. മുടിഞ്ഞു ഇതെവിടെ മുടിഞ്ഞ്. ഇതെവിടാ? അല്ല സെയിം സാധന. ബ്രാവോ. ഓ താഴെ എത്തി. പക്ഷെ ശരത്തേട്ട എവിടുന്നോ വന്ന് കമ്പാക്ക് അടിച്ച് അണ്ണാക്കിനെ മേടിച്ച് ആ ഒരു ഒറ്റക്കാരിലേക്ക് സന്തോഷമുണ്ട് കേട്ടോ. പാവം. ഞാനപ്പോഴേ ഇറങ്ങണം ബ്രാവോ. പോയിട്ട് വാ. ഞാൻ ഇറങ്ങാം. എന്റെ 24 hours ലൈവില് ഞാൻ ഇത് കളിച്ച് തീർത്തിരിക്കും. അത്രേ ഉള്ളൂ. ഇത് ഞാൻ ചലഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ അടുത്ത 24 hours ലൈവില് ഞാൻ ലെഗോ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്തത് ഇതാണ്. ഉള്ളിയപ്പ്. അതെ. അപ്പൊ എനിക്കിന്ന് തൽക്കാലം ഈഗോ ഇല്ല.